സന്നിധാനത്ത് ഭക്തജനങ്ങളുടെ തിരക്ക് തുടരുന്നു. ഇന്നലെ ദർശനം നടത്തിയത് 81,001 ഭക്തർ, 8,276 പേർ സ്പോട്ട് ബുക്കിങ്ങിലൂടെയും 1,188 പേർ പുൽമേട് വഴിയും ദർശനത്തിനെത്തി. ഇന്ന് രാവിലെ മുതൽ വലിയ ഭക്തജന തിരക്കാണ്. നാളെ സൂര്യൻ ധനുരാശിയിൽ നിന്ന് മകരരാശിക്ക് പ്രവേശിക്കുന്ന രാവിലെ 8:45 മകരസംക്രാന്തി പൂജ. വൈകുന്നേരത്തോടെ തിരുവാഭരണവും സന്നിധാനത്തേക്ക് എത്തിച്ചേരും. ഇന്ന് പമ്പാവിളക്കും പമ്പാ സദ്യയും നടക്കും. അഖിൽ പാലോട്ടുമഠം ചേരുന്നു. അഖിൽ, എന്തായാലും നാളെയാണ് മകരവിളക്ക് ദർശിക്കാൻ ഭക്തലക്ഷങ്ങൾ സന്നിധാനത്തേക്ക് ഒഴുകി എത്തുകയാണ്. എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ സന്നിധാനത്ത് നിന്ന് നൽകാനുള്ളത് അഖിൽ? അന്നമ്പ്യാർ ശബരിമല സന്നിധാനത്തേക്ക് വൈകുന്നേരത്തെ ദർശനത്തിലേക്കുള്ള നട തുറക്കൽ അല്പസമയത്തിനകം ഉണ്ടാകും. ഒരു അരമണിക്കൂർ കൂടി കഴിയുമ്പോൾ നട തുറക്കുന്നുണ്ടാകും. വൈകുന്നേരം 3 മണിക്ക് തന്നെയാണ്, അതായത് രാവിലെയും 3 മണിക്കാണ് നട തുറക്കുന്നത്, വൈകുന്നേരവും 3 മണിക്കാണ് നട തുറക്കുന്നത്. ഇപ്പോൾ അല്പസമയം മുമ്പ്, അതായത് ഉച്ചയ്ക്ക് 1 മണിക്ക് അടച്ച് ആ ഒരു സമയം 2 മണി വരെയും ഭക്തജനങ്ങളുടെ തിരക്ക് ക്രമാതീതമായി കുറഞ്ഞിരുന്നു. പക്ഷേ വീണ്ടും ഭക്തജനങ്ങൾ പടിയടിച്ച് അതായത് മുകളിലേക്ക് കയറുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും ശബരിമല സന്നിധാനം വലിയ ഭക്തിനിർഭരമായ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. കുഞ്ഞു മാളികപ്പുറങ്ങളടക്കം അമ്മമാരടക്കം എല്ലാവരും അയ്യപ്പസ്വാമിയെ ഒരു നോക്ക് കാണുന്നതിലേക്ക് വേണ്ടി സന്നിധാനത്തേക്ക് എത്തുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. ഫ്ലൈ ഓവറിലേക്ക് അയ്യപ്പ ഭക്തർ കടന്നു പോകുന്നു. ഫ്ലൈ ഓവറിലെത്തി ശ്രീകോവിലിന്റെ അരികിലേക്ക് എത്തി ഭഗവാൻ കണ്ടു തൊഴുത് ഭഗവാനിൽ അഭയം പ്രാപിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഓരോ അയ്യപ്പ ഭക്തനും മല ചവിട്ടി അകത്തേക്ക് വരുന്നത്. നമ്മൾ 18-ാം പടിയുടെ ദൃശ്യങ്ങളിലേക്ക് പോയാൽ അവിടെ ഓരോ അയ്യപ്പ ഭക്തനും 18 പടികളും ഓരോ തത്വശാസ്ത്രങ്ങളെയും നെഞ്ചിലേറ്റി, ഓരോ ആശയത്തെയും ഓരോ വിശ്വാസത്തെയും നെഞ്ചിലേറ്റി തൊഴുത് കയറി വരുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും ശബരിമല സന്നിധാനം ഭക്തിനിർഭരമായി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഇന്നലെ മകരവിളക്കിന് മുന്നോടിയായി വലിയ ഭക്തജന തിരക്ക് അനുഭവപ്പെടുമ്പോഴും ഇന്നലെയും ഏകദേശം 81,000-ഓളം ഭക്തജനങ്ങൾ ശബരിമല ദർശനത്തിലേക്ക് എത്തിയിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം 80-ന് മുകളിൽ 90,000-വും 1,00,000-ഓളം അടുപ്പിച്ച് തന്നെയാണ് ശബരിമല സന്നിധാനത്തേക്കുള്ള അയ്യപ്പ ഭക്തരുടെ ഒഴുക്ക് ഉണ്ടാകുന്നത്. അതിൽ 8,276 പേരാണ് സ്പോട്ട് ബുക്കിങ്ങിലുണ്ട്. അതായത് ഇന്നലെ മുതൽ 5,000-ആയി സ്പോട്ട് ബുക്കിംഗ് നിജപ്പെടുത്തുമ്പോഴും അത് 8,000-ലേക്ക് മുകളിലേക്ക് പോകുന്നു. 10,000-ഓളം അടുപ്പിച്ചെത്തുന്ന സാഹചര്യം ഉണ്ടാകുന്നു. 1,188 അയ്യപ്പ ഭക്തർ പുൽമേട് വഴിയും എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. നാളെയാണ് ഓരോ അയ്യപ്പ ഭക്തനും കാത്തിരുന്ന, ഓരോ അയ്യപ്പ ഭക്തന്റെയും ആത്മവിശ്വാസത്തോടെ ഒരു ആണ്ട് കാത്തിരുന്ന ആ അയ്യപ്പ ഭക്തന്റെ ആ നിർവൃതിയിലേക്ക് പോകുന്ന നിമിഷം നാളെയാണ്. രാവിലെ ധനുരാശിയിൽ നിന്നും സൂര്യൻ മകരരാശിയിലേക്ക് പ്രവേശിക്കുന്ന രാവിലെ 8:45-ന് ശുഭമുഹൂർത്തത്തിലാണ് ശബരിമല സന്നിധാനത്ത് മകരസംക്രാന്തി പൂജയുണ്ടാകുന്നത്. മകരസംക്രാന്തി പൂജയോടനുബന്ധിച്ച് കവടിയാർ കൊട്ടാരത്തിൽ നിന്നാണ് ആ മകരസംക്രാന്തി പൂജ കഴിഞ്ഞ് ആദ്യം ഭഗവാന് അഭിഷേകം ചെയ്യുന്ന നെയ്യ് എത്തിക്കുന്നത്. ആ അഭിഷേകം ചെയ്യാനുള്ള നെയ്യുമായി കവടിയാർ കൊട്ടാരത്തിൽ നിന്നുള്ള പ്രതിനിധികളൊക്കെ തന്നെ ശബരിമല സന്നിധാനത്തേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. അതിനോടൊപ്പമാണ് ഇന്ന് ചരിത്ര പ്രസിദ്ധമായ പമ്പാവിളക്കും പമ്പാ സദ്യയും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പമ്പയിൽ അത് ആലങ്ങാട്ടിൻ്റെയും അമ്പലപ്പുഴയുടെയും സംഘമെല്ലാം തന്നെ ഈ തരത്തിൽ, അതായത് പേട്ടതുള്ളലിന്റെ ഭാഗമായിട്ടുള്ള ആ പമ്പാവിളക്കും പമ്പാ സദ്യയുമാണ് നടക്കുന്നത്. നാളെയോടുകൂടി, അതായത് വളരെ ആവേശോജ്വലമായി വളരെ ഭക്തിനിർഭരമായി ഓരോ അയ്യപ്പ ഭക്തനും ഹൃദയത്തിലേറ്റി ഓരോ അയ്യപ്പന്റെയും പൂങ്കാവനങ്ങളിലൂടെ സഞ്ചരിച്ച് ഇന്നലെ പന്തളം വലിയ കോയിക്കൽ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച തിരുവാഭരണ ഘോഷയാത്ര നിരവധിയായ ക്ഷേത്രങ്ങളും രാജവീതികളും ഒക്കെ തന്നെ പിന്തുടർന്ന് സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി നാളെ ഉച്ചയോടുകൂടി അത് പമ്പയിലെത്തും. പമ്പയിലെത്തുന്ന തിരുവാഭരണ ഘോഷയാത്രയ്ക്ക് ദേവസ്വം ബോർഡ് ഔപചാരികമായ സ്വീകരണം നൽകും. ശബരിപീഠത്തിൽ വെച്ചാണ് ഔദ്യോഗികമായിട്ടുള്ള സ്വീകരണം ദേവസ്വം ബോർഡ് നൽകുന്നത്. അങ്ങനെ സ്വീകരിച്ചെത്തുന്ന തിരുവാഭരണത്തെ 18-ാം പടി ആനയിച്ച് മുകളിലേക്ക് എത്തിക്കും. 18-ാം പടി ആനയിച്ചെത്തിക്കുന്ന തിരുവാഭരണത്തെ കൊടിമര ചുവട്ടിൽ ദേവസ്വം ബോർഡ് വകുപ്പ് മന്ത്രി VN വാസവനും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് PS പ്രശാന്തും ഒക്കെ ചേർന്ന് ആ കൊടിമര ചുവട്ടിൽ സ്വീകരിക്കും. അവിടെ നിന്നും അവർ സ്വീകരിച്ച് കൊണ്ടുപോകുന്ന തിരുവാഭരണ പേടകം ശ്രീകോവിലിന് മുമ്പിൽ സോപാനത്ത് ക്ഷേത്രതന്ത്രി കണ്ഠര് രാജീവരും ക്ഷേത്ര മേൽശാന്തി അരുൺകുമാർ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ അത് ശ്രീലകത്തേക്ക് അത് സ്വീകരിക്കുന്നുണ്ടാകും. 6:30-ന്റെ സന്ധ്യാദീപാരാധനയിലാണ് ആ തിരുവാഭരണം ചാർത്തി മണികണ്ഠസ്വാമിയുടെ അയ്യപ്പസ്വാമിയുടെ ആ തിരുവാഭരണം ചാർത്തി ഭക്തജന കോടികൾ കാത്തിരിക്കുന്ന തിരുവാഭരണം ചാർത്തിയുടെ മകരവിളക്ക് തത്സമയ സംപ്രേഷണത്തിന് ടീം ജനം ഒരുങ്ങിക്കഴിഞ്ഞോ? അതുകൂടി പറയുന്നത് പ്രേക്ഷകരുടെ അറിവിലേക്ക് അതുകൂടി പങ്കുവയ്ക്കുന്നത് നന്നായിരിക്കും.
തിരുവാഭരണ ചാർത്തിയുള്ള ഭഗവാന്റെ ആ മകരജ്യോതി കാണിക്കാനുള്ള പൂർണ്ണമായ ജനം ടി വി സജ്ജമായി കഴിഞ്ഞു. ഏറ്റവും വലിയ സംവിധാനത്തോടുകൂടി, ഏറ്റവും വലിയ സാങ്കേതിക വിദ്യകളോടുകൂടി, ഏറ്റവും പരിണിതപ്രജ്ഞരായിട്ടുള്ള ക്യാമറമാരുടെയും ടെക്നിക്കൽമാരുടെയും ഒക്കെ തന്നെ സംവിധാനത്തോടുകൂടി, അവരുടെ അറിവും അവരുടെ ഒക്കെ തന്നെ എക്സ്പീരിയൻസും എല്ലാം തന്നെ ഉപയോഗിച്ചുകൊണ്ടുള്ള വലിയ സംവിധാനമാണ് ഇത്തവണ പ്രേക്ഷകർക്ക് വേണ്ടി ജനം ടി വി ഒരുക്കിയിരിക്കുന്നത്. എല്ലാ സ്ഥലത്തു നിന്നും, അതായത് ഇന്നും നാളെ തിരുവാഭരണം എത്തുന്ന സ്ഥലം മുതൽ ഓരോ നിമിഷവും ഭക്തർക്ക് നേരിട്ട് ആ തിരുവാഭരണ ഘോഷയാത്രയോട് ഓരോ വിവരങ്ങളും അറിഞ്ഞ് മുന്നോട്ട് വന്ന് അവർ തിരുവാഭരണത്തിന്റെ ആ 18ാം പടികേറി സോപാനത്തിലേക്ക് എത്തുന്നവരെയുള്ള ദൃശ്യങ്ങൾ ഒരു തടസ്സവും കൂടാതെ പ്രേക്ഷകരിലേക്ക് എത്താൻ ലക്ഷോപലക്ഷമുള്ള ഈ ലോകമെമ്പാടുമുള്ള അയ്യപ്പ ഭക്തരുടെ മുമ്പിലേക്ക് ജനം ടി വിയിലൂടെ ഭക്തർക്കൊപ്പം നിന്നിട്ടുള്ള, എല്ലാ കാലത്തും ഭക്തർക്കൊപ്പം നിന്നിട്ടുള്ള ഒരു മാധ്യമ സ്ഥാപനം എന്ന നിലയ്ക്ക് ജനം ടി വി അത് സജ്ജമായി കഴിഞ്ഞിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ മകരജ്യോതി, മകരവിളക്ക്, അങ്ങ് അകലെ പൊന്നമ്പലമേട്ടിൽ തെളിയുന്ന ആ മകരപ്രഭ, അത് കാണാൻ ഈ സന്നിധാനത്ത് വന്ന് അത് നേരിട്ട് കാണാൻ സാധിക്കാത്ത വയോവൃദ്ധരായിട്ടുള്ള, സാധാരണക്കാരായിട്ടുള്ള, നിരവധി ആയിട്ടുള്ള അമ്മമാരും കുട്ടികളും ആബാലവൃദ്ധം ജനങ്ങളും എല്ലാം കാത്തിരിക്കുന്ന ആ മകരജ്യോതി, അത് ഭഗവാന്റെ ആ മകരദർശനം കാണിക്കാൻ എപ്പോഴും ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഭക്തർക്കൊപ്പം നിന്നിട്ടുള്ള ജനം ടി വി അതിനും സജ്ജമായി കഴിഞ്ഞു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പരിണിതപ്രജ്ഞരായിട്ടുള്ള ഏറ്റവും മുതിർന്ന ക്യാമറമാരുടെ നേതൃത്വത്തിലാണ് അത്തരത്തിലൊരു സംഘം. നമ്മുടെ ക്യാമറ ചീഫ് അജിത്തേട്ടന്റെയും സുദർശനേട്ടന്റെയും ക്യാമറമാരായിട്ടുള്ള രഞ്ജിത്തും അനീഷും അതുപോലെ തന്നെ രഞ്ജിത്ത് മണിമംഗലവും സനലും ഒക്കെ അടങ്ങുന്ന വലിയൊരു സംഘം, വലിയ ക്യാമറ ടീമാണ് നമ്മൾ അതിനുവേണ്ടി ഒരുക്കിയിരിക്കുന്നത്. അങ്ങനെ വലിയ ക്രമീകരണങ്ങൾ തന്നെ നമ്മൾ പ്രേക്ഷകർക്ക് മുമ്പിൽ ആ വാർത്ത അവതരിപ്പിക്കുന്നതിലേക്ക് വേണ്ടി, നമ്മൾ ആ വാർത്ത അവരിലേക്ക് എത്തിക്കുന്നതിലേക്ക് വേണ്ടി പൂർണ്ണമായും സജ്ജമായി കഴിഞ്ഞു. നമ്പ്യാർ. നന്ദി അഖിൽ. ശബരിമല സന്നിധാനത്ത് ഭക്തജന തിരക്ക് തുടരുന്നു. ഇന്നലെ ദർശനം നടത്തിയത് 81,001 ഭക്തർ, 8,276 പേർ സ്പോട്ട് ബുക്കിങ്ങിലൂടെയും 1,188 പേർ പുൽമേട് വഴിയും ദർശനത്തിനെത്തി. ഇന്ന് രാവിലെ മുതൽ വലിയ ഭക്തജന തിരക്കാണ് ശബരിമലയിൽ അനുഭവപ്പെടുന്നത്. നാളെ സൂര്യൻ ധനുരാശിയിൽ നിന്നും മകരരാശിയിലേക്ക് പ്രവേശിക്കുന്ന രാവിലെ 8:45 മകരസംക്രാന്തി പൂജ. വൈകുന്നേരത്തോടെ തിരുവാഭരണവും സന്നിധാനത്തേക്ക് എത്തിച്ചേരും. ഇന്ന് പമ്പാവിളക്കും പമ്പാ സദ്യയും നടക്കും. നാളെ മകരവിളക്ക് ദർശനം തത്സമയം ജനം ടി വി സംപ്രേഷണം ചെയ്യും.